അവളുടെ നിർബന്ധം മൂലം അവൻ അവൾക്ക് അത് വെളിപ്പെടുത്തി. അവൾ അത് തന്റെ ആളുകളോട് പറഞ്ഞു. 7-ാം ദിവസം സൂര്യാസ്തമയത്തിനു മുൻപ് പട്ടണവാസികൾ വന്ന് അവനോട് പറഞ്ഞു, തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത്? സിംഹത്തേക്കാൾ കരുത്തുള്ളത് ആര്? അപ്പോൾ അവൻ പറഞ്ഞു, എന്റെ പശുക്കിടാവിനെ കൊണ്ട് ഉഴുതില്ലായിരുന്നെങ്കിൽ കഥയുടെ സാരം നിങ്ങൾ മനസ്സിലാക്കുകയില്ലായിരുന്നു. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ശക്തിയോടെ വന്നു. അഷ്കലോണിൽ ചെന്ന് പട്ടണത്തിലെ 30 പേരെ കൊന്ന് കൊള്ളയടിച്ച് കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക് വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തു. കോപാക്രാന്തനായി അവൻ തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് പോയി. സാംസന്റെ ഭാര്യ അവന്റെ മണവാളത്തോഴന്റെ ഭാര്യയായി. 1-ാം ചോദ്യം. ന്യായാധിപന്മാർ 14 അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത്? ഉത്തരം 20. 2-ാമത്തെ ചോദ്യം. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ ശീർഷകം എന്ത്? ഉത്തരം സാംസന്റെ വിവാഹം. 3-ാം ചോദ്യം. സാംസൺ തിമ്നായിൽ ആരെയാണ് കണ്ടുമുട്ടിയത്? ഉത്തരം ഫിലിസ്തീ യുവതിയെ. 4-ാം ചോദ്യം. സാംസന്റെ കാലത്ത് ഇസ്രായേലിന്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്ന ജനത ഏതാണ്? ഉത്തരം ഫിലിസ്തീയർ. 5-ാം ചോദ്യം. സാംസൺ മാതാപിതാക്കന്മാരോടൊപ്പം പോയത് എവിടെയാണ്? ഉത്തരം തിമ്നായിലേക്ക്. 6-ാം ചോദ്യം. ഫിലിസ്തീ യുവതിയെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്ന സാംസൺ വഴിമധ്യേ തിരഞ്ഞത് എന്തിനാണ്? ഉത്തരം സിംഹത്തിന്റെ ഉടൽ കാണാൻ. 7-ാം ചോദ്യം. എവിടെ എത്തിയപ്പോഴാണ് ഒരു സിംഹക്കുട്ടി സാംസന്റെ നേരെ അലറി വന്നത്? ഉത്തരം തിമ്നായിൽ ഒരു മുന്തിരിത്തോപ്പിൽ വെച്ച്. 8-ാം ചോദ്യം. ആരാണ് സാംസണിൽ ശക്തമായി ആവസിച്ചത്? ഉത്തരം കർത്താവിന്റെ ആത്മാവ്. 10-ാം ചോദ്യം. എന്ത് കൂടാതെയാണ് സാംസൺ സിംഹത്തിന്റെ ചീന്തിക്കളഞ്ഞത്? ആയുധം കൂടാതെ.